ഏജുഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയുടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പുസ്തകവും വ്യക്തിയും ചേരുംപടി ചേർക്കുക. കോളം 1 പുസ്തകത്തിൻ്റെ പേര്, കോളം 2 വ്യക്തി. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്, എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി, എയ്സ് എഗെയിൻസ്റ്റ് ഓഡ്സ്, ഗോൾഡൻ ഗേൾ. അഭിനവ് ബിന്ദ്ര, യുവരാജ് സിംഗ്, PT ഉഷ, സാനിയ മിർസ. പുസ്തകവും വ്യക്തിയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 2 2 1 3 4 4 3. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന ജീവചരിത്രം യുവരാജ് സിംഗിൻ്റേതാണ്. എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി എന്ന ജീവചരിത്രം അഭിനവ് ബിന്ദ്രയുടേതാണ്. എയ്സ് എഗെയിൻസ്റ്റ് ഓഡ്സ് എന്ന ജീവചരിത്രം സാനിയ മിർസയുടേതാണ്. ഗോൾഡൻ ഗേൾ PT ഉഷയുടെ ജീവചരിത്രം. 1977 വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ എണ്ണവിളക്ക്, ഓയിൽ ലാമ്പ് ചിഹ്നമായി ഉപയോഗിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? 1977 വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ എണ്ണവിളക്ക് ചിഹ്നമായി ഉപയോഗിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ജൻസംഘ്. തന്നിരിക്കുന്നവയിൽ ജൻസംഘ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് 1977 വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ എണ്ണവിളക്ക് ചിഹ്നമായി ഉപയോഗിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി. കേരള സർക്കാർ പുറത്തിറക്കിയ ശൈലി ആപ്പിൻ്റെ പ്രധാന ലക്ഷ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? സ്ത്രീകളുടെ പൊതുസുരക്ഷയ്ക്ക് വേണ്ടി, തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി, ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനും പരിശോധിക്കാനും വേണ്ടി, പൊതുജനങ്ങൾക്കായുള്ള വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം. കേരള സർക്കാരിൻ്റെ പുറത്തിറക്കിയ ശൈലി ആപ്പിൻ്റെ പ്രധാന ലക്ഷ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനും പരിശോധിക്കാനും വേണ്ടി. കേരള സർക്കാർ പുറത്തിറക്കിയ ശൈലി ആപ്പിൻ്റെ പ്രധാന ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനും പരിശോധിക്കാനും വേണ്ടിയാണ്. എക്കോളജിക്കൽ ജേർണീസ്, ദ സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? എക്കോളജിക്കൽ ജേർണീസ്, ദ സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ. എക്കോളജിക്കൽ ജേർണീസ്, ദ സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് മാധവ് ഗാഡ്ഗിലാണ്. 2024 ജൂലൈയിൽ മേഘാലയയിൽ വെച്ച് ഇന്ത്യൻ ആർമിയുമായി ചേർന്ന് നോമാഡിക് എലിഫന്റ് എന്ന സൈനികാഭ്യാസം നടത്തിയ രാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? 2024 ജൂലൈയിൽ മേഘാലയയിൽ വെച്ച് ഇന്ത്യൻ ആർമിയുമായി ചേർന്ന് നോമാഡിക് എലഫന്റ് എന്ന സൈനികാഭ്യാസം നടത്തിയ രാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി മംഗോളിയ. 2024 ജൂലൈയിൽ മേഘാലയയിൽ വെച്ച് ഇന്ത്യൻ ആർമിയുമായി ചേർന്ന് നോമാഡിക് എലിഫന്റ് എന്ന സൈനികാഭ്യാസം നടത്തിയ രാജ്യം മംഗോളിയ ആണ്. പ്രസ്താവനകളിൽ ഏതാണ് ശരി? വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ രാജമന്ത്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ 1878 സ്ഥാപിച്ചു. വീരേശലിംഗം പന്തലുവാണ് രാജമന്ത്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത്. വീരേശലിംഗം പന്തലു 1890 ഇന്ത്യൻ സോഷ്യൽ റിഫോമർ എന്ന പേരിൽ ഒരു പത്രം തുടങ്ങി. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ എയും ബിയുമാണ് ശരിയായിട്ടുള്ളത്. വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ രാജമന്ത്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ 1878 സ്ഥാപിച്ചു. വീരേശലിംഗം പന്തലുവാണ് രാജമന്ത്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യൻ സോഷ്യൽ റിഫോമർ എന്ന പത്രം ആരംഭിച്ചത് KN നടരാജൻ ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നാഗർകോവിലിലും തെക്കൻ തിരുവിതാംകൂറിലെ സമീപ പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ
പ്രഷ്യൻ പ്രൊട്ടസ്റ്റന്റ് മിഷണറി താഴെ പറയുന്നവരിൽ ആരായിരുന്നു? 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നാഗർകോവിലിലും തെക്കൻ തിരുവിതാംകൂറിലെ സമീപ പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രഷ്യൻ പ്രൊട്ടസ്റ്റന്റ് മിഷണറി താഴെ പറയുന്നവരിൽ ആരായിരുന്നു? ഓപ്ഷൻ ഡി, വില്യം ടോബിയാസ് റിംഗൽടോബ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നാഗർകോവിലിലും തെക്കൻ തിരുവിതാംകൂറിലെ സമീപ പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രഷ്യൻ പ്രൊട്ടസ്റ്റന്റ് മിഷണറി വില്യം ടോബിയാസ് റിംഗൽടോബ് ആയിരുന്നു. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അയിത്തം, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി എന്നിവയ്ക്കെതിരെ സാമൂഹിക അവബോധം വളർത്താൻ ശ്രമിച്ചു. ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ലഭിച്ചിരുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളുടെ കുത്തകയെ എതിർത്തുകൊണ്ട് അദ്വൈത വേദാന്തം എന്ന തത്വശാസ്ത്രത്തെ പിന്തുണച്ചു. അദ്വൈത ചിന്താ പദ്ധതി, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്ന കൃതികൾ രചിച്ചു. 2023-24 വർഷം ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദി വർഷമായി ആചരിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. മുകളിൽ പറഞ്ഞവ എല്ലാം തന്നെ. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ആണ്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ സജീവമായിരുന്ന താഴെ പറയുന്ന രാഷ്ട്രീയ പത്രപ്രവർത്തകരിൽ ആരാണ് കാൾ മാക്സ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നിവരുടെ ജീവചരിത്രങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്? 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ സജീവമായിരുന്ന താഴെ പറയുന്ന രാഷ്ട്രീയ പത്രപ്രവർത്തകരിൽ ആരാണ് കാൾ മാക്സ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നിവരുടെ ജീവചരിത്രങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ഡി, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ സജീവമായിരുന്ന രാഷ്ട്രീയ പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു കാൾ മാക്സ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നിവരുടെ ജീവചരിത്രങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. രചയിതാവ് കൃതി തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. മിസ്സിസ് കോളിൻസ് ഘാതകവധം, ആർച്ച് ഡീക്കൻ കോശി, പുല്ലേലി കുഞ്ചു, അപ്പു നെടുങ്ങാടി, മീനകേതന ചരിതം, പോത്തേരി കുഞ്ഞമ്പു, സരസ്വതി വിജയം. രചയിതാവും കൃതികളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി, തെറ്റായ ജോഡി മൂന്നാമത്തേതാണ്. അപ്പു നെടുങ്ങാടി, മീനകേതന ചരിതം. മീനകേതന ചരിതം എന്നത് അഴകത്ത് പത്മനാഭക്കുറുപ്പ് എഴുതിയ ഒരു നാടകം. ചമ്പാരൻ, അഹമ്മദാബാദ് ഖേദ സമരങ്ങൾ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നതിന് കാരണം ഈ സമരങ്ങൾ ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തെ അടയാളപ്പെടുത്തി. ഗാന്ധിയൻ രാഷ്ട്രീയ തന്ത്രം പ്രകടിപ്പിക്കാൻ ഇത് സഹായിച്ചു. ജനങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും ഗാന്ധിയൻ ശൈലിയുടെ പ്രായോഗികതയും ഗാന്ധിജിക്ക് അടുത്തറിയാൻ സാധിച്ചു. മുകളിൽ പറഞ്ഞവയെല്ലാം ചമ്പാരൻ, അഹമ്മദാബാദ് ഖേദ സമരങ്ങൾ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം തന്നെ. തന്നിരിക്കുന്ന ABC പ്രസ്താവനകൾ ചമ്പാരൻ, അഹമ്മദാബാദ് ഖേദ സമരങ്ങൾ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നതിന് കാരണമായിട്ടുള്ള പ്രസ്താവനകളാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആക്സിയം ദൗത്യത്തിൻ്റെ ഭാഗമായി ISS അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ISRO ഗഗൻയാത്രിയായിരുന്നു ശുഭാൻഷു ശുക്ല. കൊളംബിയ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി സോയൂസ് പ്രൊജക്റ്റുമായി സഹകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ശുഭാൻഷു ശുക്ല. സ്പേസ് എക്സ് ഡ്രാഗൺ എന്നത് റഷ്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം.
ആക്സിയം ദൗത്യത്തിൻ്റെ ഭാഗമായി ISS അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യത്തെ ISRO ഗഗൻയാത്രിയായിരുന്നു ശുഭാൻശു ശുക്ല. രാകേഷ് ശർമ്മ സോയൂസ് T11 ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ബഹിരാകാശത്ത് പോയത്. കൊളംബിയ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല. സോയൂസ് പ്രൊജക്റ്റുമായി സഹകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. സ്പേസ് എക്സ് ഡ്രാഗൺ റഷ്യയുടെ ഉടമസ്ഥയിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമല്ല. ഇത് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് നിർമ്മിച്ച ഒരു ബഹിരാകാശ പേടകമാണ്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആണവ നിലയങ്ങളുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട്. പശ്ചിമഘട്ടത്തിൻ്റെ 37% ഭാഗം പരിസ്ഥിതി ദുർബല പ്രദേശമായി വർഗീകരിക്കുകയും ബാക്കിയുള്ള ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളെ കർശനമല്ലാത്ത നിയന്ത്രണങ്ങളുള്ള സാംസ്കാരിക ഭൂപ്രകൃതിയായി കണക്കാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പശ്ചിമഘട്ട മേഖലയുടെ കർശനമായ സംരക്ഷണത്തിനായി ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഖനനം, താപവൈദ്യുത നിലയങ്ങൾ, അണക്കെട്ട് നിർമ്മാണം എന്നിവയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ശുപാർശ ചെയ്തു. WGEEP വെസ്റ്റേൺ ഘാട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ റിപ്പോർട്ട് 2011 ഓഗസ്റ്റ് 31 ഇന്ത്യൻ സർക്കാരിൻ്റെ പരിസ്ഥിതി വനം മന്ത്രാലയത്തിന് സമർപ്പിച്ചു. തന്നിരിക്കുന്നവയിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി 3, 4. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ പശ്ചിമഘട്ട മേഖലയുടെ കർശനമായ സംരക്ഷണത്തിനായി ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഖനനം, താപവൈദ്യുത നിലയങ്ങൾ, അണക്കെട്ട് നിർമ്മാണം എന്നിവയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ശുപാർശ ചെയ്തു. WGEEP എന്ന പേരിലും അറിയപ്പെടുന്ന ഈ റിപ്പോർട്ട് 2011 ഓഗസ്റ്റ് 31 ഇന്ത്യൻ സർക്കാരിൻ്റെ പരിസ്ഥിതി വനം മന്ത്രാലയത്തിന് സമർപ്പിച്ചു. റാഫേൽ മരിയാനോ ഗ്രോസിയെക്കുറിച്ച് ശരിയായത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഡയറക്ടർ ജനറൽ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ഡയറക്ടർ ജനറൽ, വേൾഡ് വൈഡ് ലൈഫ് ഫണ്ടിൻ്റെ ഡയറക്ടർ ജനറൽ. റാഫേൽ മരിയാനോ ഗ്രോസിയെക്കുറിച്ച് ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ. റാഫേൽ മരിയാനോ ഗ്രോസി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ ജനറലാണ്. വേൾഡ് വൈഡ് വെബ് WWW കണ്ടുപിടിച്ചതും അത് ഏത് വർഷമാണെന്നും കണ്ടെത്തുക. വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ആരാണ്? അത് ഏത് വർഷമാണെന്നും കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ടിം ബെർണേഴ്സ് ലീയും റോബർട്ട് കൈലിയോണും 1989. ടിം ബേണേഴ്സ് ലീയും റോബർട്ട് കൈലിയോണും ചേർന്ന് 1989 വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്. 42ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രാധാന്യം. പിന്നാക്ക ജാതിക്കാർക്കായി പ്രത്യേക വ്യവസ്ഥകൾ സൃഷ്ടിക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകി. 1976 ഭേദഗതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ പ്രസിഡന്റിൻ്റെയും ഗവർണർമാരുടെയും അധികാരങ്ങൾ വർദ്ധിപ്പിച്ചു. 1976 ഡിസംബർ 18 നിലവിൽ വന്ന ഈ ഭേദഗതിയിലൂടെ സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. മുകളിൽ പറഞ്ഞവ എല്ലാം. തന്നിരിക്കുന്നവയിൽ 42ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1976 ഡിസംബർ 18 നിലവിൽ വന്ന ഈ ഭേദഗതിയിലൂടെ സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. 1976 ഡിസംബർ 18 നിലവിൽ വന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ശരിയായ പ്രസ്താവന എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചതിന് 1921 അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിന് 1913 നൊബേൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹം മാൻഹാട്ടൻ പ്രൊജക്റ്റിലെ അംഗമായിരുന്നു. അദ്ദേഹം ആറ്റം ബോംബ് കണ്ടുപിടിച്ചു. തന്നിരിക്കുന്നവയിൽ
ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചതിന് 1921 അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചതിന് 1921 ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു എന്ന പ്രസ്താവനയാണ് ശരിയായത്. പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1793 ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി. 1793 മഹാരാജ മെഹ്താബ് ചന്ദ് ബംഗാളിലെ രാജാവായിരുന്നു. സന്താൾ കലാപ സമയത്ത് മഹാരാജ മെഹ്താബ് ചന്ദ് ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ ചാൾസ് കോൺവാലിസ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1793 മഹാരാജ മെഹ്താബ് ചന്ദ് ബംഗാളിലെ രാജാവായിരുന്നു എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ ബർദ്വാൻ ബംഗാൾ മേഖലയിലെ രാജാവ് മഹാരാജ തേജ് ചന്ദ് ആയിരുന്നു. മഹാരാജ മെഹ്താബ് ചന്ദ് രാജാവാകുന്നത് 1832 പ്രസ്താവനകളിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിലെ ഒരു വലിയ ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം ജാട്ട് കർഷകരുടെ ഒരു ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഗ്രാമത്തലവന്മാരെയും കർഷകരെയും അദ്ദേഹം സമാഹരിച്ചു. 1857 ജൂലൈയിൽ നടന്ന യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പരിശോധിച്ച് പരാമർശിച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി ഷാമലാണ് പരാമർശിച്ചിരിക്കുന്ന വ്യക്തി. ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിലെ ഒരു വലിയ ഗ്രാമത്തിലാണ് ഷാമൽ താമസിച്ചിരുന്നത്. അദ്ദേഹം ജാട്ട് കർഷകരുടെ ഒരു ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഗ്രാമത്തലവന്മാരെയും കർഷകരെയും അദ്ദേഹം സമാഹരിച്ചു. 1857 ജൂലൈയിൽ നടന്ന യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. നിങ്ങളുടെ ആഭരണങ്ങൾ ഊരിമാറ്റി അത് ഇന്ത്യയിലെ നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി വിശ്വസ്തയോടെ സംഭാവന നൽകിയാലല്ലാതെ ഇന്ത്യക്ക് മോചനമില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? നിങ്ങളുടെ ഈ ആഭരണങ്ങൾ ഊരിമാറ്റി അത് ഇന്ത്യയിലെ നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി വിശ്വസ്തയോടെ സംഭാവന നൽകിയാലല്ലാതെ ഇന്ത്യക്ക് മോചനമില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് നിങ്ങളുടെ ഈ ആഭരണങ്ങൾ ഊരിമാറ്റി അത് ഇന്ത്യയിലെ നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി വിശ്വസ്തയോടെ സംഭാവന നൽകിയാലല്ലാതെ ഇന്ത്യക്ക് മോചനമില്ല എന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാലത്ത് സ്ത്രീകളോട് അവരുടെ ആഡംബര വസ്തുക്കളും ആഭരണങ്ങളും ത്യജിച്ച് ദേശീയ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ ആണിത്. മഹാത്മാഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന താഴെ നൽകുന്നു. ഇത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് കണ്ടെത്തുക. എല്ലാ യന്ത്രങ്ങളെയും നശിപ്പിക്കാൻ ഖാദി ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അതിൻ്റെ ഉപയോഗത്തെ അത് നിയന്ത്രിക്കുകയും അതിൻ്റെ അനാരോഗ്യകരമായ വളർച്ചയെ തടയുകയും ചെയ്യുന്നു. മഹാത്മാഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന താഴെ നൽകുന്നു. ഇത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ യങ് ഇന്ത്യ. എല്ലാ യന്ത്രങ്ങളെയും നശിപ്പിക്കാൻ ഖാദി ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അതിൻ്റെ ഉപയോഗത്തെ അത് നിയന്ത്രിക്കുകയും അതിൻ്റെ അനാരോഗ്യകരമായ വളർച്ചയെ തടയുകയും ചെയ്യുന്നു. ഇത് പ്രസിദ്ധീകരിച്ചത് യങ് ഇന്ത്യ. മഹാത്മാഗാന്ധി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇത് യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. താഴെ പറയുന്ന പ്രമേയങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് പാസ്സാക്കിയത്? ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. താഴെ പറയുന്ന പ്രമേയങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് പാസ്സാക്കിയത്? ഓപ്ഷൻ ഡി ലാഹോർ. തന്നിരിക്കുന്ന പ്രമേയങ്ങൾ: ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിലാണ് പാസ്സാക്കിയത്.
പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1945 ജൂലൈയിൽ വേവൽ പ്ലാൻ പ്രഖ്യാപിച്ചു. 1946 മാർച്ചിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. 1946 ഓഗസ്റ്റിൽ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷന് ആഹ്വാനം ചെയ്തു. 1947 ഓഗസ്റ്റിൽ മൗണ്ട് ബാറ്റൺ ഇന്ത്യയെ വിഭജിക്കാനുള്ള പ്ലാൻ പ്രഖ്യാപിച്ചു. പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായത്. 1946 മാർച്ചിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. 1946 ഓഗസ്റ്റിൽ മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷന് ആഹ്വാനം ചെയ്തു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായത്. വേവൽ പ്ലാൻ 1945 ജൂൺ 14 പ്രഖ്യാപിച്ചത്. മൗണ്ട് ബാറ്റൺ വിഭജന പദ്ധതി 1947 ജൂൺ 3 പ്രഖ്യാപിച്ചത്. ഒരു വിമതനായിരുന്നിട്ടും പഴശ്ശിരാജ രാജ്യത്തെ സ്വാഭാവിക നാടുവാഴികളിൽ ഒരാളായിരുന്നു. അതിനാൽ അദ്ദേഹം പരാജയപ്പെട്ട ശത്രുവായി കണക്കാക്കപ്പെടുന്നതിന് പകരം ആ നിലയിൽ സ്വാഭാവിക നാടുവാഴി എന്ന നിലയിൽ പരിഗണിക്കപ്പെടാം. പഴശ്ശിരാജയെക്കുറിച്ച് ഇത്തരമൊരു അഭിപ്രായം രേഖപ്പെടുത്തിയത് ആരാണ്? ഒരു വിമതനായിരുന്നിട്ടും പഴശ്ശിരാജ രാജ്യത്തെ സ്വാഭാവിക നാടുവാഴികളിൽ ഒരാളായിരുന്നു. അതിനാൽ അദ്ദേഹം പരാജയപ്പെട്ട ശത്രുവായി കണക്കാക്കപ്പെടുന്നതിന് പകരം ആ നിലയിൽ പരിഗണിക്കപ്പെടാം. പഴശ്ശിരാജയെക്കുറിച്ച് ഇത്തരമൊരു അഭിപ്രായം രേഖപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ ബി, തോമസ് ഹാർവി ബാബർ. ഒരു വിമതനായിരുന്നിട്ടും പഴശ്ശിരാജ രാജ്യത്തെ സ്വാഭാവിക നാടുവാഴികളിൽ ഒരാളായിരുന്നു. അതിനാൽ അദ്ദേഹം പരാജയപ്പെട്ട ശത്രുവായി കണക്കാക്കപ്പെടുന്നതിന് പകരം ആ നിലയിൽ സ്വാഭാവിക നാടുവാഴി എന്ന നിലയിൽ പരിഗണിക്കപ്പെടാം. പഴശ്ശിരാജയെക്കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം രേഖപ്പെടുത്തിയത് തോമസ് ഹാർവി ബാബർ ആയിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ സേവനങ്ങളും നടപടിക്രമങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഗ്രാമപഞ്ചായത്തിലെ സേവനങ്ങളും നടപടിക്രമങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഓപ്ഷൻ ബി, സിറ്റിസൺ പോർട്ടൽ. സിറ്റിസൺ പോർട്ടലാണ് ഗ്രാമപഞ്ചായത്തിലെ സേവനങ്ങളും നടപടിക്രമങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പോർട്ടൽ, സിറ്റിസൺ പോർട്ടൽ. ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച വർഷവും തീയതിയും ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച വർഷവും തീയതിയും ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2021 ജനുവരി 16. ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച വർഷവും തീയതിയും 2021 ജനുവരി 16. 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ ഡി, സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ISRO അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? തന്നിരിക്കുന്നവയിൽ ISRO അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ ഡി, CMS-03 അഥവാ GSAT-7R. ISRO അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് CMS-03 GSAT-7R. ഇന്ത്യൻ നാവികസേനയ്ക്കായി ISRO വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടി ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ് GSAT-7R. CMS-03 എന്നും ഇതറിയപ്പെടുന്നു. നിലവിലുള്ളതും പ്രവർത്തനക്ഷമവുമായ GSAT-7 പകരക്കാരനായിട്ടാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. 2025 നവംബർ 2 ഇത് വിക്ഷേപിച്ചത്. താഴെ പറയുന്നവയിൽ നഗരവിപ്ലവം അർബൻ റെവല്യൂഷൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? എഴുത്തിൻ്റെ കണ്ടുപിടുത്തം, സമൂഹത്തിൻ്റെ വർഗീകരണം, കൃഷിയും ഭൂപരിപാലനവും, അളവ് തൂക്ക സാമഗ്രികളുടെ ഉപയോഗം. തന്നിരിക്കുന്നവയിൽ നഗരവിപ്ലവത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, കൃഷിയും ഭൂപരിപാലനവും. തന്നിരിക്കുന്നവയിൽ കൃഷിയും ഭൂപരിപാലനവുമാണ് നഗരവിപ്ലവത്തിൻ്റെ സവിശേഷത അല്ലാത്തത്. എ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ദ
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? എ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ഡി ഹോവാർഡ് സിൻ. ഹോവാർഡ് സിൻ ആണ് എ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ചരിത്രം എന്നത് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള അനന്തമായ സംവാദമാണ് എന്ന് ചരിത്രത്തെ നിർവചിച്ചത് ആരാണ്? ചരിത്രം എന്നത് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള അനന്തമായ സംവാദമാണ് എന്ന് ചരിത്രത്തെ നിർവചിച്ചത് ആരാണ്? ഓപ്ഷൻ സി EH കാർ. ചരിത്രം എന്നത് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള അനന്തമായ സംവാദമാണ് എന്ന് ചരിത്രത്തെ നിർവചിച്ചത് EH കാറാണ്. വാദം എ 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. കാരണം ആർ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇവയുടെ ശരിയായ ബന്ധം കണ്ടെത്തുക. 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. വാദം എ. കാരണം ആർ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ശരിയായ ബന്ധം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. എയും ആറും ശരിയാണ്. എന്നാൽ 6A ശരിയായ വിശദീകരണമാണ്. എയും ആറും ശരിയാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. 6A ശരിയായ വിശദീകരണമാണ്. ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. സോഷ്യൽ കോൺട്രാക്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആരാണ്? തന്നിരിക്കുന്നവരിൽ സോഷ്യൽ കോൺട്രാക്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ മാക്കിയവെല്ലി. മാക്കിയവെല്ലിയാണ് തന്നിരിക്കുന്നവരിൽ സോഷ്യൽ കോൺട്രാക്ട് എന്ന സിദ്ധാന്തവുമായി ബന്ധപ്പെടാത്ത വ്യക്തി. നിക്കോളോ മാക്കിയവെല്ലി രാഷ്ട്രതന്ത്രത്തിലെ മറ്റൊരു പ്രധാന ചിന്തകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ ദി പ്രിൻസിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രാഷ്ട്രതന്ത്രം, ഭരണം, ശക്തി എന്നിവയെക്കുറിച്ചാണ്, അല്ലാതെ സോഷ്യൽ കോൺട്രാക്ട് സിദ്ധാന്തത്തിൽ അല്ല. ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ഓപ്ഷൻ സി അൽഫോൺസോ ഡി അൽബുക്കർക്ക്. അൽഫോൺസോ ഡി അൽബുക്കർക്ക് ആയിരുന്നു ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ. താഴെ പറയുന്നവരിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷനിസ്റ്റ് സമീപനം സ്വീകരിക്കാത്ത ചരിത്രകാരൻ ആരാണ്? തന്നിരിക്കുന്നവരിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷനിസ്റ്റ് സമീപനം സ്വീകരിക്കാത്ത ചരിത്രകാരൻ ആരാണ്? ഓപ്ഷൻ ഡി ആൻ്റണി ഡി സ്മിത്ത്. തന്നിരിക്കുന്നവരിൽ ആൻ്റണി ഡി സ്മിത്ത് ആണ് കൺസ്ട്രക്ഷനിസ്റ്റ് സമീപനം സ്വീകരിക്കാത്ത ചരിത്രകാരൻ. ആൻ്റണി ഡി സ്മിത്ത് ദേശീയതയെ എത്നോ സിംബോളിസ്റ്റ്, വംശീയ പ്രതീകാത്മക വീക്ഷണത്തിലൂടെ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദേശീയതയുടെ വേരുകൾ പുരാതനമായ വംശീയ ബന്ധങ്ങളിലും സാംസ്കാരിക പൈതൃകങ്ങളിലും കണ്ടെത്തുന്നു. അതിനാൽ അദ്ദേഹം കൺസ്ട്രക്ഷനിസ്റ്റ് സമീപനം സ്വീകരിക്കുന്നില്ല. ദ ന്യൂ ഡീൽ ആരംഭിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ദ ന്യൂ ഡീൽ ആരംഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ഡി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു ദ ന്യൂ ഡീൽ ആരംഭിച്ച അമേരിക്കൻ പ്രസിഡന്റ്. പ്രശസ്ത സംഗീതജ്ഞനായ ലുഡ്വിഗ് വാൻ ബെത്തോവൻ തൻ്റെ സിംഫണി 3, ഇറോയ്ക്ക സിംഫണി എന്നറിയപ്പെടുന്ന സിംഫണി 3 സമർപ്പിച്ച ഒരേ ഒരു ചക്രവർത്തി ആരാണ്? പ്രശസ്ത സംഗീതജ്ഞനായ ലുഡ്വിഗ് വാൻ ബെത്തോവൻ തൻ്റെ സിംഫണി 3 സമർപ്പിച്ച ഒരേ ഒരു ചക്രവർത്തി ആരാണ്? ഓപ്ഷൻ ബി നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടായിരുന്നു പ്രശസ്ത സംഗീതജ്ഞനായ ലുഡ്വിഗ് വാൻ ബെത്തോവൻ തൻ്റെ സിംഫണി 3 സമർപ്പിച്ച ഒരേ ഒരു ചക്രവർത്തി. മ്യൂണിക് ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത യൂറോപ്യൻ രാഷ്ട്രീയ നേതാവ് ആരാണ്? തന്നിരിക്കുന്നവരിൽ മ്യൂണിച്ച് ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത യൂറോപ്യൻ രാഷ്ട്രീയ നേതാവ് ആരാണ്?
ഓപ്ഷൻ എ വിൻസ്റ്റൺ ചർച്ചിൽ. തന്നിരിക്കുന്നവരിൽ വിൻസ്റ്റൺ ചർച്ചിലാണ് മ്യൂണിച്ച് ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത യൂറോപ്യൻ രാഷ്ട്രീയ നേതാവ്. വിൻസ്റ്റൺ ചർച്ചിൽ ഈ ഉടമ്പടി നടന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നില്ല, മറിച്ച് നെവിൽ ചേംബർലിൻ്റെ കടുത്ത വിമർശകനും കൂടിയായിരുന്നു. ഋഗ്വേദവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം? ഋഗ്വേദത്തിലെ 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളെ കുടുംബ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നു. ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിമീളെ പുരോഹിത മന്ത്രത്തോടെയാണ്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഋഗ്വേദത്തെ ബ്രഹ്മവേദം എന്നും അറിയപ്പെടുന്നു. ഋഗ്വേദവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3. ഋഗ്വേദത്തിലെ 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളെ കുടുംബ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നു. ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിമീളെ പുരോഹിത മന്ത്രത്തോടെയാണ്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് അഥർവവേദമാണ്, ഋഗ്വേദമല്ല. താഴെ പറയുന്നവരിൽ ഗുപ്ത കാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? തന്നിരിക്കുന്നവരിൽ ഗുപ്ത കാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ ബി അശ്വഘോഷൻ. തന്നിരിക്കുന്നവരിൽ അശ്വഘോഷനാണ് ഗുപ്ത കാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ ഉൾപ്പെടാത്തത്. അശ്വഘോഷൻ കുശാന രാജാവായ കനിഷ്കന്റെ കൊട്ടാരത്തിലെ കവിയും തത്വചിന്തകനുമായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നത് ഗുപ്ത കാലഘട്ടത്തിന് മുമ്പുള്ള കാലത്താണ്. ഗിയാസുദ്ദീൻ ബാൽബൻ കൊണ്ടുവന്ന ആചാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഗിയാസുദ്ദീൻ ബാൽബൻ കൊണ്ടുവന്ന ആചാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ജരോഖ ദർശൻ. തന്നിരിക്കുന്നവയിൽ ജരോഖ ദർശനാണ് ഗിയാസുദ്ദീൻ ബാൽബൻ കൊണ്ടുവന്ന ആചാരങ്ങളിൽ ഉൾപ്പെടാത്തത്. സിജ്ദ സുൽത്താൻ്റെ മുന്നിൽ മുട്ടുകുത്തി തലകുനിക്കുക, പൈബോസ് സുൽത്താൻ്റെ കാൽ ചുംബിക്കുക, പേർഷ്യൻ പുതുവത്സരാഘോഷമായ നവറോസ് എന്നിവ ബാൽബൻ തൻ്റെ രാജകീയ പ്രതാപവും അധികാരവും വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പാക്കിയ ആചാരങ്ങളാണ്. എന്നാൽ ജരോഖ ദർശൻ കൊട്ടാരത്തിലെ കിളിവാതിലിലൂടെ പ്രജകൾക്ക് ദർശനം നൽകുന്ന രീതി ആദ്യമായി നടപ്പിലാക്കിയത് മുഗൾ ചക്രവർത്തിയായ അക്ബറാണ്. ഡൽഹി സുൽത്താനായിരുന്ന ബാൽബൻ അല്ല. 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ബംഗാൾ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി ഉയർത്തി, കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിച്ചു, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി ഭരണം നടത്താൻ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകരിച്ചു, ഗവർണർ ജനറലിൻ്റെയും ഗവർണർമാരുടെയും കൗൺസിലുകളിലെ അംഗത്വം 3 കുറച്ചു. 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി ഭരണം നടത്താൻ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകരിച്ചത് 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴിയല്ല, മറിച്ച് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴിയാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 4 കുറയ്ക്കുകയല്ല ഉണ്ടായത്. ഈ അംഗസംഖ്യ 3 കുറച്ചത് പിന്നീട് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരുടെ പത്രങ്ങളെയും ചേരുംപടി ചേർക്കുക. മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലക്, ജവഹർലാൽ നെഹ്റു, ആനി ബസന്റ്, ന്യൂ ഇന്ത്യ, നാഷണൽ ഹെറാൾഡ്, ഇന്ത്യൻ ഒപ്പീനിയൻ, കേസരി. സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരുടെ പത്രങ്ങളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3, 2, 4, 3, 2, 4, 1. മഹാത്മാഗാന്ധി, ഇന്ത്യൻ ഒപ്പീനിയൻ, ബാലഗംഗാധര തിലക്, കേസരി, ജവഹർലാൽ നെഹ്റു, നാഷണൽ ഹെറാൾഡ്, ആനി ബസന്റ്, ന്യൂ ഇന്ത്യ. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം
ഏതാണ്? ഓപ്ഷൻ എ ഐതരേയ ആരണ്യകം. തന്നിരിക്കുന്നവയിൽ ഐതരേയ ആരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം. കണ്ണകി ആരാധന ആരംഭിച്ച ചേര രാജാവ് ആരാണ്? തന്നിരിക്കുന്നവരിൽ കണ്ണകി ആരാധന ആരംഭിച്ച ചേര രാജാവ് ആരാണ്? ഓപ്ഷൻ സി ചേരൻ ചെങ്കുട്ടവൻ. തന്നിരിക്കുന്നവരിൽ ചേരൻ ചെങ്കുട്ടവൻ രാജാവാണ് കണ്ണകി ആരാധന ആരംഭിച്ച ചേര രാജാവ്. കേരള സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്? സവർണർക്കെതിരായ വില്ലുവണ്ടി യാത്ര നടത്തി, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, 1917 പന്തി ഭോജന സമരം നടത്തി, അധസ്ഥിത വിഭാഗത്തിനായി വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചു. കേരള സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം. 1917 ചെറായിൽ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ വിവിധ ജാതിക്കാരെ ഒരേ പന്തിയിൽ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട് മിശ്രഭോജനം എന്നറിയപ്പെട്ട സമരം നടന്നു. പന്തിഭോജനം നടത്തിയത് തൈക്കാട് അയ്യ എന്ന നവോത്ഥാന നായകൻ ആണ്. നീതി ആയോഗിനെ കുറിച്ച് ഏതാണ് ശരി? പ്ലാനിംഗ് കമ്മീഷനെ പോലെ സംസ്ഥാനങ്ങൾക്ക് ധനം നൽകാനുള്ള അധികാരമുണ്ട്. അനുച്ഛേദം 280 പ്രകാരം ഭരണഘടനാപരമായ സ്ഥാപനമാണ്. സാമ്പത്തിക നിയന്ത്രണം നടപ്പിലാക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ നയങ്ങൾ രൂപീകരിക്കാൻ പ്രവർത്തിക്കുന്ന ചിന്താശക്തി കേന്ദ്രവും ഉപദേശക സമിതിയും ആണ്. തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിനെ കുറിച്ച് ഏതാണ് ശരി? ഓപ്ഷൻ ഡി സർക്കാർ നയങ്ങൾ രൂപീകരിക്കാൻ പ്രവർത്തിക്കുന്ന ചിന്താശക്തി കേന്ദ്രവും ഉപദേശക സമിതിയും ആണ് നീതി ആയോഗ്. നീതി ആയോഗ് 2015 പ്ലാനിംഗ് കമ്മീഷന് പകരമായി രൂപീകരിച്ചതാണ്. നീതി ആയോഗിന് സംസ്ഥാനങ്ങൾക്ക് ധനം അനുവദിക്കാനോ വിഹിതം നൽകാനോ ഉള്ള അധികാരം ഇല്ല. അത് ധനകാര്യ കമ്മീഷന്റെ ചുമതലയാണ്. നീതി ആയോഗ് ഭരണഘടനാപരമായ സ്ഥാപനമല്ല, അതൊരു എക്സിക്യൂട്ടീവ് സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 280 പ്രകാരം രൂപീകരിച്ചിരിക്കുന്നത് ധനകാര്യ കമ്മീഷനെയാണ്. ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? ഓപ്ഷൻ സി റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976. 1976 റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പ്രകാരമാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്. RBI കുറിച്ച് ഏതാണ് ശരി? ധനനയ രൂപീകരണവും നടപ്പാക്കലും 1999 വിദേശ നാണ്യ മാനേജ്മെൻറ്റ് ആക്ട് കൈകാര്യം ചെയ്യുക, കറൻസി നോട്ടുകൾ മാറ്റി നൽകി നശിപ്പിക്കുന്നു, സുരക്ഷിതവും കാര്യക്ഷമവുമായ പേയ്മെൻറ്റ് സംവിധാനങ്ങളുടെ ആമുഖവും നവീകരണവും. RBI കുറിച്ച് ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവ എല്ലാം തന്നെ. ധനനയ രൂപീകരണവും നടപ്പാക്കലും 1999 വിദേശ നാണ്യ മാനേജ്മെൻറ്റ് ആക്ട് കൈകാര്യം ചെയ്യുക, കറൻസി നോട്ടുകൾ മാറ്റി നൽകി നശിപ്പിക്കപ്പെടുന്നു, സുരക്ഷിതവും കാര്യക്ഷമവുമായ പേയ്മെൻറ്റ് സംവിധാനങ്ങളുടെ ആമുഖവും നവീകരണവും എല്ലാം തന്നെ RBIയുമായി ബന്ധപ്പെട്ടതാണ്. ശിവരാമൻ സമിതി ശുപാർശ പ്രകാരം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത്? നബാർഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി 6ാം പദ്ധതി. 1980 മുതൽ 85 വരെയുള്ള 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് ശിവരാമൻ സമിതി ശുപാർശ പ്രകാരം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥാപിക്കപ്പെട്ടത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.